ഹലോ, A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. വലുതാവുമ്പോൾ എഴുത്തുകാരിയാവണം, ഇതായിരുന്നു ആ പെൺകുട്ടിയുടെ ഏറ്റവും വലിയ സ്വപ്നം. സ്വപ്നം കണ്ടതുപോലെ അവൾ എഴുത്തുകാരിയായി. എന്നാൽ താൻ എഴുതിയതൊക്കെ ലോകം ആകാംക്ഷയോടെ വായിക്കുന്നത് കാണാൻ മാത്രം അവൾക്ക് ഭാഗ്യമുണ്ടായില്ല. ലോകമറിയുന്ന എഴുത്തുകാരിയാവുക എന്ന അസാധാരണ സ്വപ്നം സഫലമാക്കി. വലുതാവുക എന്ന സാധാരണ ആഗ്രഹം ബാക്കി വെച്ച് ലോകത്തോട് വിട പറഞ്ഞ ആ പെൺകുട്ടിയുടെ പേരാണ് ആൻ ഫ്രാങ്ക്. ലോകത്തിൽ അധികമാർക്കും കഴിയാത്ത തരത്തിൽ അവൾ സ്വന്തം ജീവിതം രേഖപ്പെടുത്തി. പ്രകാശം പരത്തുന്ന വാക്കുകളിലൂടെ ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഒരു കാലഘട്ടത്തിൻ്റെ കഥ പറഞ്ഞു. ഇന്നലെയും ഇന്നും എന്നും വായനക്കാരുള്ള ഡയറിക്കുറിപ്പുകളിലൂടെ ചരിത്രത്തിൽ അനശ്വരയായ ആൻ ഫ്രാങ്കിൻ്റെ ജീവിതമാണ് ഇന്നത്തെ വീഡിയോ. ഭീകരമായ ഈ യുദ്ധം അവസാനിക്കുന്ന ഒരു ദിവസം വരും. അന്ന് ലോകം ഞങ്ങളെ ജൂതരായല്ല, മനുഷ്യരായി കാണും. പഠിച്ചും കളിച്ചും നടക്കേണ്ട പ്രായത്തിൽ ആൻ ഫ്രാങ്ക് എന്ന 14കാരി സ്വന്തം ഡയറിയിൽ കുറിച്ചിട്ട വരികളാണിത്. ഒരുപക്ഷെ ആ പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ജീവിത അനുഭവങ്ങളിലൂടെയാണ് ആൻ ഫ്രാങ്ക് കടന്നുപോയത്. വെളിച്ചം പോലും കടക്കാത്ത ഒളിസങ്കേതത്തിൽ ഏതു നിമിഷവും പിടിക്കപ്പെടാമെന്ന ഭീതിയോടെ കഴിച്ചുകൂട്ടിയ 2 വർഷം. അക്കാലത്തെ അനുഭവങ്ങൾ അവൾ സ്വന്തം ഡയറിയിൽ കുറിച്ചിട്ടു. 2ാം ലോക മഹായുദ്ധകാലത്ത് യഹൂദ വംശജർ അനുഭവിച്ച വേദനകളെ ഏറ്റവും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചത് ആൻ ഫ്രാങ്കിൻ്റെ ഡയറിക്കുറിപ്പുകളായിരുന്നു. മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും നാശം വിതച്ച യുദ്ധമാണ് 2ാം ലോകമഹായുദ്ധം. തികച്ചും വ്യത്യസ്തമായ 2 ആത്മകഥകളിലൂടെ ആ മഹായുദ്ധത്തെക്കുറിച്ച് ലോകം ഇന്നും ഓർക്കുന്നു. യുദ്ധത്തിൻ്റെ യാതനകൾക്ക് സ്വയം അറിയാതെ ഇരയാകേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതാനുഭവങ്ങളും സ്വപ്നങ്ങളുമായി ആനിൻ്റെ ഡയറിക്കുറിപ്പുകൾ. ജൂതരെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ ശ്രമിച്ച ജർമ്മൻ ഏകാധിപതി ഹിറ്റ്ലറും അദ്ദേഹത്തിൻ്റെ രഹസ്യ പോലീസുമായിരുന്നു ആൻ ഫ്രാങ്കിൻ്റെ കഥയിലെ വില്ലന്മാർ. 1942 മുതൽ 1944 വരെയുള്ള 2 വർഷം ആൻ ഫ്രാങ്കും കുടുംബവും ഹിറ്റ്ലറെ ഭയന്ന് ആംസ്റ്റർഡാമിൻ്റെ ഒരു ഒളിയിടത്തിൽ കഴിഞ്ഞു. വേട്ടക്കാരൻ്റെ കണ്ണിൽപ്പെടാതെ ഒളിച്ചിരിക്കുന്ന നിസ്സഹായകരായ ഇരകളുടെ അവസ്ഥയായിരുന്നു ഇക്കാലമത്രയും ആ കുടുംബം അനുഭവിച്ചത്. ഒളിവിൽ കഴിഞ്ഞ കാലത്ത് താനും കുടുംബവും അറിഞ്ഞതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ ആൻ സ്വന്തം ഡയറിക്കുറിപ്പിൽ 2 വർഷത്തിനു ശേഷം ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് ആനിൻ്റെയും കുടുംബത്തെയും അറസ്റ്റ് ചെയ്തു. ജർമ്മനിയിൽ ജനിച്ച ആൻ ഫ്രാങ്ക് വളർന്നത് ഹോളണ്ടിലാണ്. 1942 13ാം പിറന്നാൾ ദിനത്തിൽ അവൾക്കൊരു ഡയറി സമ്മാനമായി ലഭിച്ചു. കിറ്റി എന്ന ഓമന പേരിട്ട ആ ഡയറിയിൽ 1942 ജൂൺ 14 മുതൽ അവൾ എഴുതി തുടങ്ങി. ഏറെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് കത്തെഴുതുന്നത് പോലെ. പിൽക്കാലത്ത് ഹിറ്റ്ലറുടെ ക്രൂരതകളിൽ പലതും ലോകമറിഞ്ഞത് ആ ഡയറിയിലൂടെയാണ്. യഹൂദ വംശജരെ ഏറ്റവും വലിയ ശത്രുക്കളായി കണ്ട ഹിറ്റ്ലർ താൻ കീഴടക്കിയ രാജ്യങ്ങളിലെ മുഴുവൻ ജൂതന്മാരെയും കൊന്നൊടുക്കാനായി പ്രത്യേകമായൊരുക്കിയ പീഡന കേന്ദ്രങ്ങളിലായിരുന്നു കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ. 2ാം ലോക മഹായുദ്ധക്കാലത്ത് 30 ലക്ഷം ജൂതന്മാരാണ് ഇത്തരം ക്യാമ്പുകളിൽ മാത്രമായി കൊല്ലപ്പെട്ടത്. ഇതടക്കം ഹിറ്റ്ലറുടെ സേന കൊന്നൊടുക്കിയ മൊത്തം ജൂതരുടെയും എണ്ണം 60 ലക്ഷത്തിലധികം വരും. ആൻ ഫ്രാങ്കിൻ്റെ കുടുംബത്തിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് ജീവനോടെ തിരിച്ചെത്തിയത് ആനിൻ്റെ പിതാവ് ഓട്ടോ ഫ്രാങ്ക് മാത്രമാണ്. ആനിൻ്റെ ഡയറി 1947 അദ്ദേഹം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. പിന്നീട് 60ഓളം ഭാഷകളിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി.
1929 ജൂൺ 12 ജർമ്മനിയിലാണ് ആൻ ഫ്രാങ്കിൻ്റെ ജനനം. അച്ഛൻ ഓട്ടോ ഫ്രാങ്ക്, അമ്മ ഈഡിത്ത്. മാർഗോട്ട് ഫ്രാങ്ക് എന്നായിരുന്നു ചേച്ചിയുടെ പേര്. ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരമേറ്റതോടെ ജൂതമതക്കാരായ ഫ്രാങ്ക് കുടുംബം ഹോളണ്ടിലെ ആംസ്റ്റർഡാമിലേക്ക് കുടിയേറി. അന്ന് ആനിന് 4 വയസ്സായിരുന്നു. ഹോളണ്ടിലെ പ്രശസ്തമായ ജാം നിർമ്മാണ കമ്പനിയിൽ മാനേജിംഗ് ഡയറക്ടറായി ഓട്ടോ ഫ്രാങ്ക് ജോലി നോക്കി. ജർമ്മനിയിൽ നിന്ന് ഹോളണ്ടിലെത്തിയ ജൂതന്മാരെ ആ രാജ്യം സ്നേഹത്തോടെ വരവേറ്റു. ആൻ ആംസ്റ്റർഡാമിൻ്റെ മോണ്ടിസറി സ്കൂളിൽ ചേർന്ന് പഠനം തുടങ്ങി. കളിക്കൂട്ടുകാരനായി ഒരുപാട് പേർ. പക്ഷേ സന്തോഷത്തിൻ്റെ നാളുകൾ അധികം നീണ്ടു നിന്നില്ല. 1940 ഹിറ്റ്ലർ ഹോളണ്ട് കീഴടക്കി. ഹിറ്റ്ലറുടെ ഭരണകാലത്ത് യുദ്ധമുണ്ടാക്കിയ മാനസിക സംഘർഷങ്ങൾ, ഒളിയിടത്തിലെ വിരസത, ഒറ്റപ്പെടൽ, ഇതൊക്കെയായിരുന്നു ആൻ ഫ്രാങ്ക് എന്ന എഴുത്തുകാരിയുടെ കുറിപ്പുകളിലെ മുഖ്യ വിഷയങ്ങൾ. നാറ്റ്സി പടയാളികളുടെ ക്രൂരതകളെക്കുറിച്ച് കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ കാര്യങ്ങൾ ആൻ ഡയറിക്കുറിപ്പിൽ കുറിച്ചിട്ടിരുന്നു. ഒളിച്ചു താമസിക്കുന്ന കാലം. പ്രഭാത ഭക്ഷണത്തിന് ഉണക്ക റൊട്ടിയും കാപ്പിയും. ഉച്ചയ്ക്ക് ചീരവർഗത്തിൽപ്പെട്ട ഇലക്കറികൾ മാത്രം. രാത്രിയിലാകട്ടെ പഴകി മധുരിക്കാൻ തുടങ്ങിയ ഉരുളക്കിഴങ്ങ്. ഒളിയിടത്തിലെ ജീവിതം ശരിക്കും ദുരിതപൂർണമായിരുന്നു. പരാതികൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും ആൻ ഫ്രാങ്ക് ആ അവസ്ഥയെ ഒരു ദുരന്തമായി കണ്ടിരുന്നില്ല. സുഖസൗകര്യങ്ങളുടെ പട്ടുമെത്തയിൽ നിന്ന് കുപ്പത്തൊട്ടിയിലേക്ക് എടുത്തെറിയപ്പെട്ടതുപോലെയായിരുന്നു ആനിൻ്റെ ജീവിതം. ഓട്ടോ ഫ്രാങ്കിൻ്റെയും ഈഡിത്തിൻ്റെയും മാതാപിതാക്കൾ വളരെ ധനികരായിരുന്നു. ആഴ്ചതോറും പാർട്ടികളും നൃത്തമേളങ്ങളും അത്താഴ വിരുന്നുകളുമുള്ള വലിയൊരു വീട്. ആ സുഖസൗകര്യത്തിൽ നിന്നാണ് ഒളിവിലെ ദുരിത ജീവിതത്തിലേക്ക് വിധി ആനിനെ കൂട്ടിക്കൊണ്ടുപോയത്. അതുവരെ തുടർന്നിരുന്ന സമ്പന്നതയുടെ എല്ലാ ശീലങ്ങളും അവൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ആനിൻ്റെ ഡയറിക്കുറിപ്പുകൾ മുഴുവൻ 2ാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ കാട്ടിക്കൂട്ടിയ ക്രൂരമായ പ്രവൃത്തികളുടെ ഒരു ശൃംഖലയായിരുന്നു. ആൻ എന്ന ആ കൊച്ചുമിടുക്കി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് 1945 ടൈഫസ് രോഗം പിടിപെട്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു.